ഏതേത് ഭക്തന്മാരാണോ യാം യാം തനും അർച്ചിതും, യാം യാം തനും ഏതേത് മൂർത്തിയെ, മൂർത്തി എന്ന് പറഞ്ഞാൽ ആശ്രയിക്കുന്ന ഘടകത്തെ, ഓരോരുത്തരും ഓരോന്നിനെ ആശ്രയിക്കണം. അതില് ഇച്ഛിക്കുന്നുവോ തസ്യ തസ്യ താം ശ്രദ്ധാം ഏവ, അതത് ഭക്തന് ഞാൻ അതിൽ എന്ത് കൊടുക്കുന്നു? അഹം അജലാം വിദദാമി, ഞാൻ അജലാം ശ്രദ്ധാം, ഇളകാത്ത ശ്രദ്ധയെ ഞാൻ അതിന് ഇളകാത്തതാക്കി ഉറപ്പാക്കി കൊടുക്കണം. നമ്മൾ ആവശ്യപ്പെടാതെയല്ല ഒന്നും കിട്ടുന്നത്, എല്ലാം ശ്രദ്ധ നമുക്കനുസരിച്ചിട്ടാണ് തരുന്നത്. അതുകൊണ്ട് നമ്മൾ നിർബന്ധപൂർവം എന്തെങ്കിലുമൊക്കെ ഒരാളിൽ അടിച്ചേൽപ്പിക്കുന്നത് തെറ്റാണെന്നാ. ഇപ്പം ശിക്ഷ ഉണ്ടല്ലോ, കുട്ടികൾക്ക് പഠിക്കാൻ കൊടുക്കുന്ന ശിക്ഷ, അല്ലെങ്കിൽ പഠിക്കാൻ നിർബന്ധപൂർവം ഇരുത്തുക, അതൊക്കെ അവർ നമ്മളെ കളിപ്പിക്കും. നമുക്കൊന്നും സ്വപ്നത്തിൽ ചിന്തിക്കാൻ പറ്റാത്ത വിധത്തിൽ അവർ കളിക്കും. നമ്മളെ കേൾപ്പിക്കാൻ വേണ്ടി അവർ ഉച്ചത്തിൽ വായിക്കും. നമുക്ക് വേണ്ടത് അതാണ്, അത് തന്നുകൊണ്ടിരിക്കും. അവനതൊന്നും മനസ്സിലാവില്ല, അങ്ങനെ നടക്കുകയും ചെയ്യും. അപ്പം വേണ്ടത് നമുക്ക് കിട്ടുന്നു. നമുക്ക് ഇപ്പം ഈ ഒരു തലത്തിൽ നിന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മളെ ആർക്കും ഒരു പ്രകാരത്തിലും കബളിപ്പിക്കാൻ പറ്റില്ല എന്ന് പറയാം. അതുകൊണ്ട് സാഹചര്യം എന്നെ ഇങ്ങനെയാക്കിയെന്ന് ഒരു തരത്തിൽ പറയാൻ പറ്റില്ല. ഞാൻ എൻ്റെ കൂട്ടുകാരുടെയൊക്കെ കൂടെ ഹോസ്റ്റലിലൊക്കെ പോയിട്ട് ആകെ വഷളായി, അവിടെ എല്ലാം ഇങ്ങനെയായിരുന്നു. അപ്പം ഞാനും കാരണം അവിടെ പോകുമ്പോഴേ ഇവൻ ഇതൊക്കെ ആയിട്ടാണ് പോണത്, ഈ ശ്രദ്ധയായിട്ട്. അപ്പം ഈ ശ്രദ്ധയായിട്ട് വരുന്നവരൊക്കെ കൂടെ എന്താവും? ഒരു ഗ്രൂപ്പിൽ പെടും. അതുകൊണ്ട് ആർക്കും അങ്ങനെ പറയാൻ പറ്റില്ല. മുല്ല നസറുദ്ദീനെ ഒരു രാജാവ് അധിക്ഷേപിക്കണം എന്ന് വിചാരിച്ച് വിളിച്ചു. സ്വാമി നിങ്ങളോട് പറഞ്ഞു എന്നറിയില്ല, എന്തായാലും അദ്ദേഹത്തിന് ശ്രദ്ധയുണ്ട്, അജലാം ശ്രദ്ധയുള്ള ആളാണ്. എല്ലാവർക്കും ഇതൊക്കെ കൊടുത്തു എന്നാ, നല്ല ഈ പൊന്നാട അണിയിക്കില്ലേ, അങ്ങനെ പണ്ഡിതന്മാർക്കൊക്കെ കൊടുത്തു. അപ്പോൾ ഇദ്ദേഹത്തിനെ ഒന്ന് അവഹേളിക്കും കൂടെ വേണമെന്ന് കരുതി. എങ്ങനെയാണ് ഇയാൾ ഈ വിപരീതമായിട്ടുള്ള ചുറ്റുപാടിൽ അദ്ദേഹം പിടിച്ചു നിൽക്കുന്നത്, അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ പഠിക്കേണ്ട, അതിന് വേണ്ടിയിട്ടാണ് രാജാവ് അങ്ങനെ ചെയ്തത്. എല്ലാവർക്കും നല്ല പൊന്നാട അണിയിച്ചു. നസറുദ്ദീന് കൊടുത്തത് അവിടെ ഈ കഴുതയുടെ പുറത്തിടുന്ന ഒരു തുണിയുണ്ട്, അത് കൊടുത്തു. അപ്പോൾ മറ്റുള്ളവരൊക്കെ ചിരിച്ചു. അപ്പോൾ മുല്ല പറഞ്ഞു, വളരെ സന്തോഷം, അങ്ങേക്ക് എന്നോട് ഇത്ര പ്രിയമുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. മറ്റവർ ചോദിച്ചാൽ എന്താണ്? നിങ്ങൾക്കൊക്കെ കടയിൽ നിന്ന് മേടിച്ചതാണ് അദ്ദേഹം തന്നത്, അദ്ദേഹം തന്നെ ഉപയോഗിച്ചതാണ് എനിക്ക് തന്നത്. ഒരു ശ്രദ്ധയുള്ളവനെ ആർക്കും ഒരു തരത്തിലും വാക്കുകളെ കൊണ്ടോ പ്രവൃത്തികളെ കൊണ്ടോ അല്ലെങ്കിൽ മറ്റു വിധത്തിലോ സ്വാധീനിക്കാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് മണ്ഡോദരിയെ രാവണനെ സ്വാധീനിക്കാൻ കഴിയാഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് എന്താ പറയുക, രാവണന്റെ കോട്ടയിലിരിക്കുന്ന വിഭീഷണന് അല്ലേ വിഷ്ണു ഭക്തി ഉണ്ടാവുന്നതിൻ്റെ താല്പര്യം അതാ. ആ അജലാം ശ്രദ്ധ ആദ്യം തന്നെ വരിച്ചത് അതാണ്. ഇവരെല്ലാവരും ഭഗവാനെ ധ്യാനിച്ചു എന്നല്ലേ പറയുന്നത്. എന്താ വേണ്ടതെന്ന് ചോദിച്ചു. അജീജനയേതെന്ന് ഒരു വിദ്വാൻ പറഞ്ഞു. ഒരു വിദ്വാൻ നിർദേവത്വം എന്ന് പറഞ്ഞതായിരുന്നു. അപ്പോൾ സരസ്വതി വന്ന് നിദ്രാവത്വം എന്നായിപ്പോയി എന്നാ. അതുകൊണ്ടാണ് ദേവന്മാർ ഉണ്ടാകരുത് എന്നാണ് അത്ര ഇയാൾ ആലോചിച്ച് പറയാൻ വന്നത്. അപ്പോഴേക്കും നിർദേവത്വം എന്നുള്ളത് നിദ്രാവത്വം എന്നായിപ്പോയി. ഉടനെ ഭഗവാനാണെങ്കിൽ തഥാസ്തു ഇങ്ങനെ വെച്ചിരിക്കുന്ന ആളാ, ഉടനെ കൊടുത്തു തഥാസ്തു, അങ്ങനെ ആവട്ടെ, അങ്ങനെ അങ്ങോട്ട് ഉറങ്ങിപ്പോയ ആൾ. ഇതൊക്കെ നമ്മൾ മേടിക്കുന്നതാ വരമായിട്ട്. എനിക്ക് കുംഭകർണൻ്റെ വരം നമ്മൾ മേടിക്കണം, വിഭീഷണൻ്റെ വരം നമ്മൾ മേടിക്കണം, രാവണൻ്റെ വരം നമ്മൾ മേടിക്കണം. ഇതെല്ലാം നമുക്ക് വേണ്ടത് തന്നെയാണ്. പിന്നെ നമ്മേം കൂടെ നാം കബളിപ്പിക്കുന്ന രീതിയിൽ മറ്റുള്ളവരോട് നമ്മൾ പറയും, എനിക്കിതൊന്നുമില്ലെങ്കിലും എനിക്കൊരു പ്രശ്നമില്ല. ഈ സ്വത്തിന് അമ്മയുമായിട്ട് അടി കൂടുന്ന സമയത്ത്, വഴക്കൂടുന്ന സമയത്ത് എന്താണെന്നറിയോ പറയണത്? അമ്മ ആർക്ക് കൊടുത്താലും എനിക്കൊരു പ്രശ്നമില്ല. പക്ഷെ എന്നാലും അങ്ങനെ അല്ലല്ലോ. നിങ്ങൾ ഏത് എന്താ പറയുക, സർക്കാരിന് എഴുതി കൊടുത്താലും ധർമാശുപത്രിക്ക് കൊടുത്താലും എനിക്കൊരു പ്രശ്നമില്ല. പക്ഷേ ഒരു മകളെന്ന നിലയ്ക്ക് എനിക്കും അവകാശങ്ങളുണ്ട്. അപ്പം ആദ്യം നമ്മൾ എന്ത് പറയും? നമ്മൾ പോളിഷാക്കാൻ വേണ്ടി എല്ലാവർക്കും ഒരു സ്വീകാര്യമാകുന്ന രീതിയിൽ ഞാൻ ഇതൊക്കെയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം.
ഞാൻ ഇന്ന ആളാണ്, ഞാൻ വളരെ ഡീസൻ്റാണ് എന്ന് പറയാം. അതാണ് നമ്മൾ ആദ്യം. പിന്നെയോ നമ്മുടെ ശരിയായ നമ്മളെ നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരുമെന്ന് പറയാം. ഭർതൃഹരി പറയുന്നുണ്ട് ഭഗവാൻ മഹാലക്ഷ്മിയോട് പറയാണ്, അല്ലയോ ജഗദീശ്വരി, അങ്ങ് എന്നെ വന്നിട്ട് എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? അതുകൊണ്ട് എന്നെ പോലുള്ള ആളുകളെ വിട്ടേക്ക്. അമ്മയെ ഉപാസിക്കുന്ന ആളുകളുണ്ട്. ആരാണ്? ഭോഗത്തിനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളെ പോയിട്ട് ഉപാസിക്കൂ. എന്നെ പോലുള്ളവരെ എന്തിനാണ് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്? അതുകൊണ്ട് എന്നെ ഒഴിവാക്കൂ എന്ന് പറയാം. ആഗ്രഹമുള്ളവരുടെ അടുത്തേക്ക് ചെല്ലൂ. എന്നെ പോലുള്ളവരുടെ മുൻപിൽ വന്നിട്ട് ഒരു കാര്യവുമില്ല, ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയാം. എനിക്ക് അതിൽ ശ്രദ്ധയില്ല, അതിൽ ശ്രദ്ധ ഉണ്ടാക്കി തരാൻ നിങ്ങൾക്ക് സാധ്യമല്ല. എൻ്റെ ശ്രദ്ധ മറ്റൊന്നിലാണ്. അപ്പൊ ഭഗവാൻ ഇത് പറയുന്ന സമയത്ത് നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നില്ലേ ഇപ്പം നിങ്ങൾക്ക് പലതിൻ്റെ ഉത്തരം കിട്ടിയോ? എന്തുകൊണ്ട് ഭർത്താവ് വിളിച്ചാൽ വരുന്നില്ല എന്ന്, എന്തുകൊണ്ട് ഭാര്യ വിളിച്ചാൽ വരുന്നില്ല എന്ന്? ഇത് കേൾക്കാൻ വരൂ എന്ന് പറയുമ്പോൾ പിന്നെ ചിലർ പറയാറുണ്ട്, സ്വാമി പിന്നെ അദ്ദേഹം വിളിച്ചാൽ വരുമൊന്നുമില്ല, പക്ഷേ സ്വാമിയുടെ ടി വിയിൽ കേൾക്കാറുണ്ട് കേട്ടോ. അത് പറയണമല്ലോ, മതി. ചിലപ്പം നമ്മളെപ്പോലെ ഇങ്ങനെ എല്ലായിടത്തും വരാനുള്ള സമയം ഉണ്ടാവില്ല, അല്ലെങ്കിൽ അങ്ങനെ മറ്റു പല സംഗതികളും ഉണ്ടാവും. ഏതായാലും നമുക്ക് മറ്റൊരാളുടെ ശ്രദ്ധയിൽ ഇടപെടാൻ നമുക്കത് സ്വാധീനിക്കാൻ സാധ്യമല്ല എന്ന് പറയാം. നമുക്കത് അറിയാം എന്ന് മാത്രം. ഓരോരുത്തർക്ക് ശ്രദ്ധയുണ്ടാവുന്നതിന്. അപ്പോൾ ഈ ശ്രദ്ധ എവിടുന്നാണ് ഉണ്ടാക്കേണ്ടത്? ഇതൊക്കെ അന്വേഷണം വരും. ഇപ്പോൾ ഒരാൾക്ക് ചോദിക്കാം, അപ്പോൾ സ്വാമി കുട്ടികൾക്ക് നല്ല ശ്രദ്ധ ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? അത് ഞാൻ നല്ല ശ്രദ്ധയുള്ളവളായിരിക്കണം. എപ്പം? ഇന്നലെ പറഞ്ഞല്ലോ, ആ സമയത്ത് എനിക്ക് എന്തിലായിരുന്നു ശ്രദ്ധ? ആ സമയത്ത് എൻ്റെ ശ്രദ്ധ ടി വി സീരിയലിലും മസാല ദോശയിലും ഇങ്ങനെയുള്ളതിലൊക്കെ. അപ്പോൾ അവനും അങ്ങനെയുള്ള ശ്രദ്ധയുണ്ടാവും. വളരെ വലിയൊരു അപകടം പിടിച്ച പണിയാണ് ജീവിതം എന്നുള്ളത്, ഗാർഹസ്ഥ്യം എന്നതൊക്കെ. ഇപ്പൊ തോന്നില്ലേ നമ്മുടെ പരിപാടിയായിരുന്നു ഏറ്റവും നല്ലതെന്ന്? സ്വാമി എത്ര കാലമായിട്ട് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നത്. വളരെ വളരെ അപ്പൊ യോയോ യാം തനും ഭക്ത ശ്രദ്ധയാർച്ചിതും ഇച്ഛതി തസ്യ അചലാം ശ്രദ്ധാം താമേവ വിദദാമി അഹം. ഞാൻ തന്നെയാണ് അവന് അതിൽ ശ്രദ്ധയുണ്ടാക്കുന്നത്. അപ്പൊ ഭഗവാൻ എന്തൊരു അനുഗ്രഹം നമുക്ക് തരുന്നത് ഇല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? ശ്രദ്ധയെ മാറ്റിയാൽ മതി. എന്താണ് എനിക്ക് വേണ്ടത് അതങ്ങോട്ട് അതിൽ ശ്രദ്ധ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇളകാത്ത ശ്രദ്ധ ഭഗവാൻ ഉണ്ടാക്കി തരും. തുടർന്ന് സതയാ ശ്രദ്ധയാ യുക്തഃ തസ്യാരാധനമീഹതേ ലഭതേ ച തതഃ കാമാൻ മയൈവ വിഹിതാൻ ഹിതാൻ. സതയാ ശ്രദ്ധയാ യുക്തഃ തസ്യ ആരാധനമീഹതേ ലഭതേ ച തതഃ കാമാൻ മയാ ഏവ വിഹിതാൻ ഹിതാൻ. സഹ അവൻ, ആരാണ്? ആ ശ്രദ്ധയുള്ളവൻ. തയാ ശ്രദ്ധയാ യുക്തഃ തസ്യാഹ, തയാ ആ ശ്രദ്ധയോടുകൂടി, ആ ശ്രദ്ധയോടുകൂടി യുക്തഃ കൂടിയവനായിട്ട്, തസ്യാഹ ആരാധനം അതിൻ്റെ ഏതൊന്നിനെയാണോ അവൻ ഉപാസിച്ചത് അതിൻ്റെ ആരാധനയെ, അതുമായിട്ടുള്ള ചേർച്ചയെ, അതുമായിട്ടുള്ള കൂടിച്ചേരാനുള്ള അവൻ്റെ താത്പര്യത്തെ, ഈഹതേ എന്ന് പറഞ്ഞാൽ അതിനാഗ്രഹിക്കുന്നു അവൻ നിരന്തരം. തതഃ അതിൽ നിന്ന്, ആ ദേവതയിൽ നിന്ന്, ഏതൊരു ദേവതയുമായി, ദേവത എന്ന് പറയുമ്പം ദ്യോതന സ്വരൂപം പ്രകാശിപ്പിക്കുന്നത് ഏതും, നമ്മൾ വേറെ നമ്മുടെ മനസ്സിലുള്ള ദേവതാ സങ്കല്പങ്ങളൊക്കെ ഉണ്ടല്ലോ, പല ദേവന്മാർ. ഈ പ്രപഞ്ചത്തിലെല്ലാം ദേവന്മാരാണ്. പഞ്ചമഹാഭൂതങ്ങളെ ദേവതകളായിട്ട് പറഞ്ഞിരിക്കുന്നു. അഗ്നി ദേവനാണ്, വായുദേവനാണ്, ഭൂമി ദേവനാണ്, ദേവത എന്തെങ്കിലും, ഇതെല്ലാം. അപ്പൊ ഇതിൽ ഏതിനെയാണോ ഇവൻ ആരാധന ചെയ്യുന്നത് അതിൽ എന്തുണ്ടാക്കുന്നു? തതഃ അതിൽ നിന്ന്, ആ ദേവതയിൽ നിന്ന്, മയാ വിഹിതാൻ, മയാ എന്ന് പറഞ്ഞാൽ എന്നാൽ, വിഹിതാൻ നൽകപ്പെട്ട, താൻ കാമാൻ ഏവ ആ ആഗ്രഹത്തെ, ഫലത്തെ, ലഭതേച്ച ഹി അത് ലഭിക്കുന്നു. അപ്പൊ അതിലൂടെയും ഇവന് കിട്ടുന്നത് എന്താണ്? എന്നെയാണ്.
എന്നാൽ നൽകപ്പെട്ടിട്ടുള്ളതാണ്. അപ്പം ഞാൻ അവിടെ കുറേശ്ശെ കൊടുത്തു വെച്ചിട്ടുണ്ട്. അതാണ് ഇവന് കുറേശ്ശെ കിട്ടുന്നത് എന്ന് പറയുക. ഈ രാജാവ് ദാനം കൊടുത്തതിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? രാജാവ് ഒരിക്കൽ വിളംബരം ചെയ്തു, എല്ലാവരോടും വന്ന് എന്താ വേണ്ടത് മേടിച്ച് പോയിക്കൊള്ളാൻ. രാജാവ് അങ്ങനെ വലിയ പന്തലൊക്കെ കെട്ടിയിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പോൾ തുടക്കത്തിൽ കയറി ചെന്ന് അവിടെ എന്താ ഉള്ളത്? അവിടെ ഈ പച്ചക്കറിയൊക്കെ ഉണ്ട്, വലിയ ഇളവൻ, മത്തൻ, അങ്ങനെയുള്ള സാധനങ്ങൾ. പിന്നെ ഗൃഹോപകരണങ്ങളുണ്ട്, ആട്ടുകല്ലുണ്ട്, അമ്മിക്കല്ലുണ്ട്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുറച്ചുകൂടെ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ പാത്രങ്ങളുണ്ട്, വലിയ ബക്കറ്റ്, അത് ഇത് അങ്ങനെയുള്ളതൊക്കെ. ഈ ആളുകൾ ആദ്യം തന്നെ വന്നിട്ട് ഈ അമ്മിക്കല്ലും ഇങ്ങനെയുള്ള കുറേ ഇളവനും മത്തനും ഒക്കെ എടുത്ത് അങ്ങനെ പൊങ്ങാത്ത ഇതുമായിട്ട് അവരങ്ങനെ പോയി എന്ന് പറയാം. രാജാവ് ഏറ്റവും ഏറ്റവും പിറകിലായിട്ട്, ഏറ്റവും അവസാനമായിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. രാജാവ് കൊടുക്കണത് എന്താണെന്നറിയോ? രത്നങ്ങളും വൈരങ്ങളും. അവിടെയൊന്നും ആരും എത്തുന്നില്ല. ഈ അമ്മിക്കല്ലും ഇതുമൊക്കെ ആയിട്ട് അങ്ങോട്ട് പോവുകയാണ് എന്ന് പറയുക. കണ്ടെടുത്ത് പോയിട്ടെല്ലാം മുൻപിലേക്ക് നടക്കാൻ ആരും ധൈര്യപ്പെടുന്നില്ല. ഇവിടുന്ന് ഒന്നും എടുക്കാതെ അങ്ങോട്ട് അതുവരെ എന്താ ഒന്ന് പോയി നോക്കാമെന്ന്. നമ്മൾ ഈ എക്സിബിഷനൊക്കെ ടിക്കറ്റൊക്കെ എടുത്ത് കയറില്ലേ? എന്താ ചെയ്യുക? ആദ്യം തന്നെ അവിടെ നിൽക്കും. എന്നിട്ട് ഒരു പോപ്കോൺ മേടിക്കും. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ കഴിച്ച് കുറച്ച് അങ്ങോട്ട് നടന്നിട്ട് പറയും മതി ഇനി പോവാന്ന് പറയും. പിന്നെ ഒരു ദിവസം വരാമെന്ന് പറയും. അല്ലേ? എന്നാൽ ശരി, നമുക്ക് അവിടെ അതുവരെ ഒന്ന് പോയി നോക്കാം. പോയില്ല. അപ്പം ഇതിലൊക്കെയാണ് അവരുടെ ശ്രദ്ധ. ഈ കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടി അതിലവർ തൃപ്തരാകുന്നു. അപ്പം അതിൽ തൃപ്തി. എന്നെ വേണ്ടവർക്ക് ഞാൻ തന്നെ ഇരിക്കുകയാണ് അവിടെ. അപ്പം എന്നെ വേണ്ടവർക്ക് ഞാൻ എന്നെ തന്നെ കൊടുക്കും. എന്നിൽ നിന്ന് വേണ്ടവർക്ക് എന്നിൽ നിന്ന് ഞാൻ കുറേശ്ശെ കൊടുക്കും എന്ന് പറയാം. അതുകൊണ്ട് ആരെ വേണം എന്നുള്ള ആസക്തിയാണ് വേണ്ടത്. ഭഗവാനെ തന്നെ എനിക്ക് വേണം. ബുദ്ധൻ പറയും, ആസക്തിയോളം പൊള്ളുന്ന അഗ്നി വേറെ ഇല്ല എന്ന് പറയും. ബുദ്ധൻ്റെ വചനങ്ങളാണ്. ആസക്തിയോളം പൊള്ളിക്കുന്ന ഒരു അഗ്നിയില്ല. അതുപോലെ അദ്ദേഹം പറയും, കാമം പോലുള്ള എന്താ പറയുക, വെറുപ്പ് അല്ലെങ്കിൽ കാമം എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്ന വാക്കുകൾ. അതുപോലെ മുറുക്കുന്ന ചങ്ങലകളില്ല. നിങ്ങളുടെ മാർഗത്തെ നിങ്ങൾ തന്നെ എത്രമാത്രം നിങ്ങളെ ലക്ഷ്യത്തിലേക്ക് അടുപ്പിക്കാതിരിക്കാനുള്ള ചങ്ങലകളെ നിങ്ങൾ എത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് അദ്ദേഹം ചോദിക്കുന്നത്. നല്ല പ്രയോഗമാണ്. നമ്മളെ ലക്ഷ്യത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് തടസ്സമായി നിൽക്കുന്നത് എന്താണോ അതിനെ നാം സ്നേഹിക്കുന്നത് എത്രമാത്രം എന്ന്. അതിനോട് നമുക്ക് വല്ലാത്തൊരു സ്നേഹമാണ്, പ്രേമമാണ്. എന്താണോ നമ്മളെ താഴ്ത്തുന്നത്, ഇന്ന് എന്താണോ ഒരുവനെ സമൂലം താഴ്ത്തുന്നത്, അതിനെയൊക്കെ ഇന്ന് നമ്മൾ സമൂഹത്തിൽ അതിനെയൊക്കെ നമ്മൾ എന്താ പറയുക, അതിനെ ഒരു ഐഡിയലായിട്ട് അതിനെയൊക്കെ അംഗീകരിച്ചിരിക്കുക. പലതും എന്തൊക്കെ നമ്മളെ കുഴിയിലേക്ക് കൊണ്ടുപോകാൻ ഇവിടെ ഉണ്ടോ അതിനെല്ലാം നാം ഇന്ന് പരിഷ്കാരത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ മറ്റൊന്നിൻ്റെ പേരിൽ നാം അംഗീകരിച്ചിരിക്കുന്നു. സ്വാമി ഇത് പറയുന്നത് നിങ്ങൾക്ക് വ്യക്തമായോ എന്നറിയില്ല. വ്യക്തമാക്കാൻ വേണ്ടി സ്വാമി വേണമെങ്കിൽ പറയാം. നമ്മൾ കാണുന്ന സിനിമകൾ, നമ്മൾ കാണുന്ന സീരിയലുകൾ, ഇതൊന്നും ഒരുമിച്ചിരുന്ന് കാണാൻ പറ്റിയതല്ല പലതും. പല അവരുടെ വാക്കുകൾ, ഇതൊക്കെ നമ്മുടെ കുട്ടികൾ നമ്മളോട് ചോദിക്കണം, എന്താണ് ആ അങ്കിള് ആ ആൻറ്റിയോട് പറഞ്ഞത് എന്ന്. നിനക്കെന്താ അതൊക്കെ അറിഞ്ഞിട്ട് കാര്യം? അല്ല, ഒന്നുമില്ല, വെറുതെ ചോദിച്ചതാ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അവൻ അത് ചോദിച്ച് മനസ്സിലാക്കില്ല എന്ന്? അവൻ ചോദിച്ച് മനസ്സിലാക്കും. അവൻ മനസ്സിലാക്കി വരുമ്പോൾ അത് കാര്യം വേറെയൊക്കെ ആയിട്ടാണ് വരിക. അപ്പം എന്തൊക്കെയുണ്ട് നമ്മളെ താഴ്ത്താൻ, അതൊക്കെ ഇന്ന് നമ്മൾ ഒരുമിച്ചിരുന്ന് കാണുക, ഒരുമിച്ചിരുന്ന് കേൾക്കുകയാണ്. അതിനെയൊക്കെ നമ്മൾ എന്നിട്ട് നമ്മളിപ്പോൾ ഇപ്പോഴത്തെ കുട്ടികളുണ്ടല്ലോ, എല്ലാവരെയും പിള്ളേർക്ക് ഞാൻ ചൂളിപ്പോയി, ഇങ്ങനത്തെ ഓരോ പൊട്ടത്തരങ്ങളും പറഞ്ഞിങ്ങനെ ഇരിക്കുക. ആരാ ചെയ്തത് ഇതൊക്കെ? ഞാൻ തന്നെ. ഞാൻ അങ്ങനെ ഇരുന്നിങ്ങനെ ചിരിക്കുക, എന്നിട്ട് ഇങ്ങനെ നോക്കുക അടങ്ങണിട്ടിട്ട്. ഇവൻ കണ്ണു മിഴിച്ച് നിൽക്കുക ചിലതൊക്കെ കണ്ടിട്ട്. അപ്പം പണ്ടൊക്കെ ഇവിടെയൊക്കെയാണ് നമ്മുടെ ഋഷിയെ, ആ ഋഷി മനസ്സിനെ നിങ്ങൾ നമിക്കുക.
അവരുടെ കൃതിയിൽ അവർ ഒന്ന് വിഷ്വലൈസ് ചെയ്യുന്ന സമയത്ത്, ഒന്ന് ഭാവന ചെയ്യുന്ന സമയത്ത് ഇവിടുത്തെ ഓരോ മനസ്സിനെയും, ആ മനസ്സിൽ ഈ ചിന്താതരംഗങ്ങൾ അത് അതിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഏത് പ്രകാരത്തിലായിരിക്കും അതിൻ്റെ പ്രതിപ്രവർത്തനമെന്ന് കണ്ടവരാണ് മനീഷികൾ. അതുകൊണ്ടാണ് മനീഷി എന്ന് പറഞ്ഞത്. മനസഹ ഈഷ്ടതേ ഇത് മനീഷി. മനസ്സിൻ്റെ അപ്പുറത്തേക്ക് പോയി സമഷ്ടി മനസ്സിൽ സഞ്ചരിക്കാൻ പോകുന്നവൻ. ഞാനൊരു ആശയത്തെ പുറത്തേക്ക് വിടുന്ന സമയത്ത് ആ ആശയം ഏറ്റുവാങ്ങുന്ന മനസ്സുകൾ, ആ മനസ്സിൽ ഈ ആശയം ഏത് പ്രകാരത്തിൽ, അതിൻ്റെ മാറ്റൊലികൾ, അത് കർമ്മ ഭൂമികയിൽ എന്തൊക്കെ സ്വാധീനം, ഏതൊക്കെ പ്രകാരത്തിൽ ചെലുത്തുമെന്ന് അറിയുന്നവൻ. ഇന്നത്തെ സീരിയലുകൾക്ക്, ഇന്നത്തെ സിനിമകൾക്ക് ഇതുണ്ടോന്നാണ് ഇന്ന് ഗൗരവമാർന്ന ചർച്ചകൾ നടക്കുക. എന്തൊക്കെ? മുഖ്യ താരം, അതായത് ഹീറോ സിഗരറ്റ് വലിക്കുന്നത് ശരിയോ തെറ്റോ? അതുകൊണ്ടാണല്ലോ അച്ഛനോട് മോൻ ചോദിക്കുക, ഓർമ്മയുണ്ടോ ഈ മുഖം എന്ന്. അതെ, പല കുട്ടികളും ഇപ്പം ഇതൊക്കെയാണ് പറയുന്നത്. പിന്നെ എല്ലാം കാണാപ്പാടം പഠിച്ചു വെച്ചിരിക്കുക. പിന്നെ അച്ഛനും അമ്മയും ഇവരും ഒക്കെ ഉള്ളപ്പം ഈ കുട്ടി ഈ ഡയലോഗൊക്കെ പറയുന്നത് ഇവർക്ക് വലിയ ഇഷ്ടമായിരുന്നു. അപ്പം ഇവരതിനെങ്ങനെ പ്രോത്സാഹിപ്പിക്കും? അങ്ങനെ ഇരിക്കുമ്പോഴാണ് അച്ഛൻ്റെ ഓഫീസിൽ നിന്ന് അച്ഛൻ്റെ ബോസ് വന്നപ്പം ബോസിനോട് കുട്ടി ഇങ്ങനെ ഉണ്ടാവും. അവൻ വിചാരിച്ചത് എല്ലാവർക്കും ഇഷ്ടാവും എന്ന്. അവനെ സംബന്ധിച്ച് ഇത് സ്വീകാര്യമായിട്ടുള്ള ഒന്നാണ്. അപ്പം നമ്മളെ താഴേക്ക് കൊണ്ടുപോകുന്നതിനും എല്ലാം തന്നെ നമ്മൾ ഇന്ന് അംഗീകരിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ വെറുതെ കുറ്റം പറയുക. സഹ അവൻ തയാ ശ്രദ്ധയാ യുക്ത, ഏതൊന്നിലാണോ അവന് ശ്രദ്ധയുള്ളത് അതിൽ തസ്യാഹ അതിൻ്റെ ആരാധനം ഈഹതേ, അതിൻ്റെ ആരാധനത്തെ ചെയ്യാൻ അവൻ ആഗ്രഹിക്കുന്നു. തതഹ മയാ വിഹിതാൻ താൻ കാമാൻ ഏവ ലഭതേച്ച ഹി. അതുകൊണ്ട് ഈശ്വരനെ നിങ്ങൾക്ക് ഒരു പ്രകാരത്തിലും ഒരിടത്ത് നിന്നും മാറ്റി നിർത്താൻ പറ്റില്ല. മൂപ്പരെല്ലായിടത്തും എത്തും, അസുരനായിട്ടോ സുരനായിട്ടോ എങ്ങനെയെങ്കിലുമൊക്കെ. അതാണ് നമ്മുടെ ശാസ്ത്രത്തിൻ്റെ ഒരു സമ്പന്നമായ ഭാവം. അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ ഇന്നടത്ത് ഇരിക്കണമെന്നോ ഒന്നുമല്ല, ഞാൻ അവനിങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നു. അപ്പം ഈ ശ്ലോകം വ്യാഖ്യാനിക്കുന്ന പക്ഷം കള്ളുകുടിയനിൽ കള്ളു കുടിക്കാനുള്ള ശ്രദ്ധ ഉണ്ടാക്കുന്നത് ആരാണ്? ഞാൻ. സിഗരറ്റ് വലിക്കാനുള്ള ശ്രദ്ധ ഉണ്ടാക്കുന്നത് ഞാൻ. കള്ളന് കള്ളത്തരം ചെയ്യാനുള്ള ശ്രദ്ധ ഉണ്ടാക്കുന്നത് ഞാൻ. ആ കള്ളന് എന്ന് തോന്നുന്നു. അതുകൊണ്ടാണല്ലോ ബുദ്ധൻ്റെ അടുത്ത് ഒരു കള്ളൻ ചെന്ന സമയത്ത്, ഇതാണ് തിരുത്തൽ കേട്ടോ, ഇത് ശ്രദ്ധിച്ച് മനസ്സിലായിക്കോളൂ. ബുദ്ധൻ്റെ അടുത്ത് കള്ളൻ ചെന്നിട്ട് പറഞ്ഞു, എന്താ എനിക്ക് ഉപദേശിക്കണം എന്ന്. പക്ഷേ ദയവ് ചെയ്ത് കക്കാൻ പാടില്ല എന്ന് പറയരുത്. അപ്പം ബുദ്ധൻ പറയുന്നുണ്ട്, നിന്നോട് ആരാണോ കക്കരുതെന്ന് പറഞ്ഞത് അവനാണ് കള്ളൻ. ഇനി മേലിൽ കക്കരുത്, കളവ് തെറ്റാണ് എന്ന് പറഞ്ഞവരൊക്കെ കള്ളന്മാരാ. ഞാൻ നിന്നോടത് പറയില്ല. ഞാൻ നിന്നോട് പറയുന്നത് ഇത്ര മാത്രം, ബോധപൂർവം കക്കണം. നീ കക്കുന്നത് ബോധപൂർവമാവട്ടെ. അങ്ങനെയാണ് രാജധാനി കയറുന്നതും കളവ് നടത്തുന്ന സമയത്ത് ബുദ്ധൻ പറഞ്ഞ വാക്കുകൾ ഓർമ്മ വരുന്നതും കള്ളന് വല്ലാത്തൊരു അസ്വസ്ഥത ഉണ്ടാവുന്നത്. ബോധവും ഇതും തമ്മിലുള്ള ഒരു സംശയം ജനിക്കുന്നത്. പിന്നെ ബുദ്ധൻ്റെ അടുത്തേക്ക് വരുന്നതും ബുദ്ധൻ്റെ അനുയായിയായിട്ട് ശിഷ്യനായി കൂടുന്നതും മറ്റും. അപ്പം ഞാനാണ് അത് ഉണ്ടാക്കുന്നത്. എപ്പോഴാണ് ബോധത്തെക്കുറിച്ച് ശ്രദ്ധയുണ്ടാക്കിയത് ആരാണ്? ഞാൻ തന്നെയാണ്. അതിലേക്ക് ശ്രദ്ധ വന്നത്, അപ്പം ഇത് നിരർത്ഥകമായത് അതും ഞാൻ തന്നെയാണ്. അപ്പം അവൻ്റെ ശ്രദ്ധ തീവ്രമായി ഇതിലേക്ക് എന്ന് പറയും.